ഹലോ, ആരാണ്? സുരേഷ് ചേട്ടന്റെ വീട്ടിൽ നിന്നോ? ആ, ചേച്ചി പ്രസവിച്ചെന്നോ? ആൺകുട്ടിയോ? ആ ശരി. അച്ഛാ, അച്ഛാ, അച്ഛൻ വാ വിളിച്ചേ. ഒന്ന് വാ വിളിച്ചേ. ഇനി ഒന്ന് കണ്ണടച്ചേ. എന്ത് പണിയാ അവളെ കാണിച്ചത്? ചായ എന്റെ വായിലിട്ടത്. അച്ഛാ, ചേച്ചി പ്രസവിച്ചു ആൺകുട്ടി. ഞാൻ അപ്പൂപ്പനായിരുന്നു. മോളെ, അവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോ? നീ അന്വേഷിച്ചോ? വിശേഷമൊന്നും ഇല്ല, ചേച്ചിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അച്ഛാ, ഇപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സുമാരുടെയും ഒക്കെ വലിയ ബഹളമായിരിക്കും അല്ലേ? അത് പിന്നെ അങ്ങനല്ലേ മോളെ, ഒരേ തൊഴിൽക്കാരെല്ലാം ഒന്നിച്ചുകൂടും. നമ്മള് മാത്രം. പിന്നെ ഞാൻ എപ്പോഴും നല്ല അച്ഛ, പക്ഷേ മക്കള് മാത്രം. മോളെ, അവള് പ്രസവിച്ചു കിടക്കുന്നത് അവന്റെ വീട്ടിലാണോ അതോ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലാണോ? അല്ല, അവരുടെ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചു കിടക്കുന്നത്. അവരുടെ വീട്ടിൽ വെച്ചോ? എന്താ? ഞാൻ വരുന്നില്ല മോളെ, മോൾ തനിച്ചു പോയാൽ മതി. ഒരു മുത്തച്ഛനായ സന്തോഷത്തിൽ അച്ഛനെല്ലാം അങ്ങ് മറന്നു. വല്ല നഴ്സിംഗ് ഹോമിനും മറ്റും ആയിരുന്നെങ്കിൽ അവളെയും കുഞ്ഞിനെയും ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്തിനാണ് അച്ഛനെ തന്നെ ശിക്ഷിക്കുന്നത്? ചേച്ചിയുടെ ആദ്യത്തെ പ്രസവം ഈ വീട്ടിൽ വെച്ച് തന്നെ അല്ലേ നടക്കേണ്ടത്? അതെ കുഞ്ഞ്, നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കേണ്ടതൊന്നും നടക്കാറില്ലല്ലോ. സാരമല്ല മോളെ. മോളെ, അവളുടെ അമ്മ കുഞ്ഞുനാളിൽ അവളെ അണിയിച്ചിരുന്ന ആഭരണങ്ങൾ അച്ഛന്റെ സേഫിലുണ്ട്. നീ അതെടുത്ത് അവളുടെ മോന് കൊടുക്കണം. ഇതോടൊപ്പം മുത്തച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പറയണം. പിന്നെ ശ്രീദേവി അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ സുഖമാണെന്ന് മോൾ പറയണം. അമ്മേ, കുഞ്ഞിനെ ഒന്നെന്റെ കൈ തരൂ. നിനക്ക് എടുക്കാൻ അറിഞ്ഞൂടാ, കുഞ്ഞിന്റെ പിടൽ ഉറച്ചിട്ടില്ല മോളെ. എങ്കിലും എന്റെ കൈ തരൂ അമ്മേ. അല്ല, ഇതാര് ഗീതമോളോ? വരൂ, ഇരിക്കു ഗീത. ഇപ്പൊ അനിയത്തിയുടെ പിണക്കമൊക്കെ പോയോ? ഏയ്, എനിക്ക് ആരോടും പിണക്കമില്ല. ചേച്ചി, മോൻ നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണല്ലേ? ആ കണ്ണും മൂക്കും എല്ലാം. അല്ലല്ല, എന്റെ ചേട്ടനെ പോലെ തന്നെയാ. ദേ, ആ നെറ്റി കണ്ടില്ലേ അല്ലേ അമ്മേ? ഓടിയോടുന്നു. എന്റെ സുരേഷിന്റെ അച്ഛന്റെ തന്റെ സ്വരൂപമാണ്. ഞാൻ കാപ്പി ഗീതേ, അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്കിലും അച്ഛൻ എന്റെ മോനെ കാണാൻ വന്നില്ലല്ലോ. അച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൻ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അല്ല, ഇതാണ് ഗീത. ഇരിക്കും. ഇപ്പൊ എത്തി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോനെ, ഇതാരാണോ നോക്ക്? നിന്റെ കുഞ്ഞമ്മേനടാ. എന്താണോ നോക്കുന്നത്? മോൻ അച്ഛന്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടമാണോ നോക്കുക? ഞാൻ വരുന്ന വഴിക്ക് ഇവന് വേണ്ടി ഒരു മാല വാങ്ങിച്ചു. ആ ചേച്ചി, ഇതാ നോക്ക്, അച്ഛൻ തന്നയച്ചതാ മോനെ ഇടിക്കാൻ. അറിഞ്ഞത് ഇതാ ചേച്ചി. വേണ്ട ഗീത, എന്റെ മോള് അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. മോളെ ഇത് തിരികെ കൊണ്ടുപോയിക്കോ. നിന്ന പോട്ടെ മോനെ. ശ്രീദേവി, ഒരു വർഷം കൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ പഠിച്ചു കളഞ്ഞു. ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് ഒരു വർഷം വേണ്ട, ഒരു നിമിഷം മതി.